അതിബുദ്ധിമാനായ ഒരു ബിസിനസ് ഓണേഴ്സ് മറ്റൊരു കമ്പനിയിലെ സ്റ്റാഫിനെ കണ്ട സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യണോ എന്ന് ചോദിച്ച സമയത്ത് ആ സ്റ്റാഫ് ആ ബിസിനസ് ഓണറോട് ചോദിക്കുകയാണ്, ക്യാഷിന് പുറമെ നിങ്ങൾ എനിക്ക് മറ്റെന്താ തരുമെന്നുള്ളത്. ആക്ച്വലി ഈ ബിസിനസ് ഓണേഴ്സ് ഈ സ്റ്റാഫിൻ്റെ ഇൻട്രസ്റ്റ്, നീഡ്സ്, കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു സ്റ്റാഫിനെ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ ആക്ച്വലി ആ ഒരൊറ്റ ബിൽഡിംഗ് തന്നെയായിരുന്നു ആ സ്റ്റാഫ് ഉണ്ടായിരുന്നത്. അവർ ഫുഡ് കഴിക്കുന്ന സമയങ്ങൾ, പുറത്തേക്ക് എപ്പോഴാണോ ഇറങ്ങുന്ന സമയത്തും ഇദ്ദേഹം ആ സമയം നോക്കി കൃത്യം ഇറങ്ങി. കാരണം അദ്ദേഹത്തിന് ആ സ്റ്റാഫ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ഈ സ്റ്റാഫ് എത്തിയ സമയത്ത് ചോദിച്ച ചോദ്യമാണ്, ക്യാഷിന് പുറമെ നിങ്ങൾക്ക് എനിക്കെന്ത് തന്നു? അപ്പം ആ ബിസിനസ് ഓണേഴ്സ് പറയണേ, നിങ്ങൾക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ബിസിനസ്സിലുണ്ട്. ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പ്രോഗ്രാംസ് കാര്യങ്ങൾ വെക്കാറുണ്ട്. സ്റ്റാഫ് തമ്മിൽ കുറേ ഗെയിംസ്, കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. അതുവരെ ആ കമ്പനിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ആ ഒരൊറ്റ ഒരു സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടി അദ്ദേഹം കമ്പനി തന്നെ മറ്റെല്ലാ സ്റ്റാഫിനും ഉപകാരപ്രദമാവുന്ന കുറച്ച് ഗെയിംസും ആക്ടിവിറ്റീസുകളും എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഇതുവരെ ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ബിസിനസ്സിൽ ഉണ്ടാക്കുക എന്നൊരു. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ അട്രാക്റ്റഡ് ആണ്. ഇപ്പോൾ ആളുകൾ കൂടുതൽ പണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എത്രത്തോളം കംഫർട്ടിനെയും അവിടെ കിട്ടുന്ന കാര്യങ്ങളെയും കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ സമയവും അല്ലെങ്കിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.